ഇല്ലാതെ വാങ്ങാം. അൽ മുഗ്ദാദർ ജുവലേഴ്സ്. നമ്മൾ വീണ്ടും തൃശ്ശൂരിലേക്ക് പോവുകയാണ്. അവിടെ തൃശ്ശൂർ പൂരത്തിന്റെ കൊടിയേറ്റ് കർമ്മങ്ങൾ പുരോഗമിക്കുന്നു. ആന്റണി ജിസ് ജോർജ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ആന്റണി, തിരുവമ്പാടി പാറമേക്കാവ് ക്ഷേത്രങ്ങളിൽ ഇപ്പോൾ കൊടിയേറ്റ് കർമ്മങ്ങൾ പുരോഗമിക്കുകയാണ്. മറ്റ് ഘടകക്ഷേത്രങ്ങളിലും ഇതിനോടകം തന്നെ ചില ക്ഷേത്രങ്ങളിൽ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു കഴിഞ്ഞു. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ആന്റണി? ഭദ്ര, തിരുവമ്പാടിയിൽ ആ നിമിഷത്തിന് വേണ്ടി, അതാ കൊടിയേറുന്ന നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് പൂരപ്രേമികൾ. അതുപോലെ തന്നെ തിരുവമ്പാടി ദേശക്കാർ, പൂരവുമായി ബന്ധപ്പെട്ടുള്ള ആളുകളൊക്കെ. ഏതായാലും ആ കൊടിയേറ്റ കർമ്മം അല്പസമയത്തിനകം തന്നെ നടക്കും. അതിൻ്റെ അവസാനഘട്ട ചടങ്ങുകളൊക്കെ നടക്കുകയാണ്. ഏതായാലും 11:30-നും 11:45-നും ഇടയിലുള്ള സമയത്താണ് തിരുവമ്പാടിയിൽ ഈ പൂരക്കൊടിയേറ്റ നിശ്ചയിച്ചിരുന്നത്. ഏതായാലും അത് ഇപ്പോൾ തന്നെ അല്പസമയത്തിനകം തന്നെ നടക്കും. അതിനുശേഷം ഇനിയുള്ളത് പാറമേക്കാവിൻ്റെ കൊടിയേറ്റമാണ്. അത് 12 മണി മുതൽ 12:15 വരെ ഉള്ള സമയത്ത് ആണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഏതായാലും രാവിലെ ലാലൂർ കാർത്യായനി ഭഗവതി ക്ഷേത്രത്തിൽ കൊടിയേറിയതോടുകൂടിയാണ് ഈ ഘടകക്ഷേത്രങ്ങളുടെ കൊടിയേറ്റത്തിന് തുടക്കമായത്. ഇനി രാത്രി 8 മണിക്ക് നെയ്തലക്കാവിൽ കൊടിയേറുന്നതോടുകൂടി എല്ലാ ഘടകക്ഷേത്രങ്ങളിലും, ഈ 8 ഘടകക്ഷേത്രങ്ങളിലും പൂരത്തിനുള്ള കൊടിയേറ്റ് പൂർത്തിയാകും. ഏതായാലും പൂരത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട 2 ഘടക ക്ഷേത്രങ്ങളാണ് തിരുവമ്പാടിയും പാറമേക്കാവും എന്ന് പറയുന്നത്. ഏതായാലും തിരുവമ്പാടിയിലെ കൊടിയേറ്റ് ഇപ്പോൾ അല്പസമയത്തിനകം നടക്കും. ഇനി 7 ദിവസമാണ് പൂരത്തിന് ബാക്കിയുള്ളത്. ഈ കൊടിയേറ്റ് കഴിയുന്നതോടുകൂടി തന്നെ തൃശ്ശൂർ പൂർണ്ണമായും പൂരത്തിന്റെ ലഹരിയിലേക്ക് ഉണരുകയാണ്, അതിലേക്ക് അലിയാനൊരുങ്ങുകയാണ് തൃശ്ശൂർ. ഏതായാലും ആ ഒരു നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, കഴിഞ്ഞ ഒരു വർഷം വലിയൊരു പൂരം ആഘോഷിച്ചതിന്റെ ആ ഒരു ആവേശത്തിൽ പിരിഞ്ഞുപോയ പൂരപ്രേമികൾ അടുത്ത പൂരത്തിനായി 1 വർഷത്തോളം കാത്തിരുന്നു. ആ 1 വർഷത്തെ കാത്തിരിപ്പ് ഏതാണ്ട് ഇപ്പോൾ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. ആ പൂരാവേശത്തിന് തിരികെടുത്തിക്കൊണ്ട് പൂരം കൊടിയേറുകയാണ്. ഏതായാലും തിരുവമ്പാടിയിലെ കൊടിയേറ്റ് ചടങ്ങുകൾ ഇപ്പോൾ നടക്കുകയാണ്. അതിലേക്ക് പോകാമെന്ന് തോന്നുന്നു. ഭദ്ര, തിരുവമ്പാടി ക്ഷേത്ര സന്നിധിയിലെ ഭഗവതിക്ക് മുന്നിൽ കൊടിമരം ഉയർത്തുകയാണ്. അതെ, തൃശ്ശൂർ പൂരത്തിലെ
കേരളമെമ്പാടും കാത്തിരുന്ന തൃശ്ശൂർ പൂരത്തിന്റെ കൊടിയേറ്റ് കർമ്മമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.